നാരങ്ങാച്ചാറല്ല, ഇത് നല്ല വെളുത്ത നാരങ്ങാച്ചാറ്. അപ്പോൾ ഇന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളി അമ്മച്ചിയുടെ ഒരു നല്ല നാരങ്ങാച്ചാറ്, ഒരു നാരങ്ങാച്ചാറ് അമ്മച്ചി ഇട്ട് 1 മില്യനൊക്കെ മുകളിൽ ആൾക്കാർ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇതപ്പം കുറച്ച് വ്യത്യസ്തമായിട്ട് അല്ലേ? അതെ, വ്യത്യസ്തത എന്ന് പറഞ്ഞു കൊടുത്തേ. വ്യത്യസ്തത എന്നാന്ന് വെച്ചാൽ വെളുപ്പിച്ചിടുവാണ്. നാരങ്ങ വെള്ള നാരങ്ങ അച്ചാറ് വെളുപ്പിച്ചിട്ടത്. കാരണം ഇത് കാന്താരി ചേർത്തുള്ളതാണ്, മുളക് പൊടി ചേർത്തുള്ളത്. ഇത് കാന്താരി ചേർത്തുള്ളത്. കാന്താരി ചേർത്തുള്ള വെള്ള നിറത്തിലിരിക്കുന്ന വെള്ള നാരങ്ങ അച്ചാറാണ്. അതെ അതെ. അപ്പം നമുക്ക് പെട്ടെന്ന് അച്ചാറിട്ട് അതെ കാണിച്ചു കൊടുക്കാം. കാണിക്കാം. ഇത് സ്റ്റീമറിൽ വെച്ച് 1 മിനിറ്റ് ആവി കയറ്റി തുടച്ചെടുത്താണ്. കാരണം ഇതിൻ്റെ ചൊനയൊക്കെ നല്ലപോലെ പോയി കിട്ടാനും അതുപോലെ വേഗം ഇത് അലിഞ്ഞ് കിട്ടും. പച്ചക്കിട്ടാൽ അത്രയും വേഗം തൊലി അലിയല്ല. അത് കാരണം ഞാനിത് ഇങ്ങനെ അലിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് ആണ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതേ ഉള്ളൂ. എന്നിട്ട് തുടച്ചെടുത്ത് കുരു കളഞ്ഞ് 8ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയാണിത്. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം നല്ലെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവ പൊട്ടി. ഇനി നമുക്ക് ഇത് 1 കുടം വെളുത്തുള്ളിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരുവിധം നല്ലതുപോലെ വഴന്നു വരണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 വറ്റൽമുളക് നമുക്കിതിലേക്ക് മുറിച്ചിടാം. ഒരു 2 അതൾ കറിവേപ്പിലയും ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി, രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കാന്താരി. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ലാത്ത കാരണം കാന്താരിയാണ് ചേർക്കുന്നത്. കാരണം വെളുത്ത അച്ചാറാണല്ലോ, അതിന് ഇച്ചിരി പച്ചനിറവും ഇടയ്ക്കൊരു ചുമപ്പും എല്ലാം ഉണ്ട്. കാന്താരി ഏകദേശം ഒരുമാതിരി വാടി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ചേർക്കുന്നത്. ഒരു നാരങ്ങ 8ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ വലിപ്പം കൂട്ടിയോ, പക്ഷേ പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ആകുമ്പോൾ ഇത് ഇങ്ങനെ 8ആയിട്ട് മുറിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിള്ളേർ വെറുതെ വേസ്റ്റായിട്ട് കളയല്ലേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മുടെ നാരങ്ങ ഏകദേശം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം കായം ചേർക്കാം. കുറച്ച് കായം മതി, കാരണം 1/2 കിലോ നാരങ്ങയല്ലേ ഉള്ളൂ.
ഒരു ലേശം കുറച്ച് മതി വിനാഗിരി ഒഴിക്കുക. ഒരു 2 സ്പൂൺ പഞ്ചസാര. ഇത് ശരിക്കും അങ്ങോട്ട് ഇളക്കി നമുക്ക് നമ്മുടെ പഞ്ചസാര അലിയും. പുറത്ത് തന്നെ ചൂടല്ലേ, നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് വെറും നാരങ്ങാച്ചാറല്ല, ഇത് നല്ല വെളുത്ത നാരങ്ങാച്ചാർ. അതെ, പഞ്ചസാര ചേർത്തുള്ളത്. ചുമത്തുന്നതാണെങ്കിൽ അതിന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർത്താണ്. ബോധിയോ? പക്ഷേ ഇത് കണ്ടിട്ട് ദാഹം വരുന്നുണ്ടോ? അതോ വായിൽ കൂടെ കപ്പലോടുന്നുണ്ടോ? അച്ചാർ കാണുമ്പോൾ സാധാരണ എല്ലാ മനുഷ്യർക്കും കപ്പലോടും. അന്നേരം നമുക്ക് ഇന്ന് ടേസ്റ്റ് നോക്കിയാലോ? ഞാൻ ഷിനോയി, ഇതിൻ്റെ ഉപ്പ് നല്ല ചൂടാ. പൊതുണ്ടോ? വേഗം ഇട്ടു. അടിപൊളി. കുടിക്കുന്ന കൊണ്ട് ക്ഷീണം തീരും. ഇടയ്ക്ക് ഓരോ കാന്താരിയും കടിച്ച് അതെ സർബത്ത് കുടിക്കുന്ന പോലെ. നല്ല രസമുണ്ട്. കാരണം ഉപ്പും പഞ്ചസാരയും മുളകിൻ്റെതും കാന്താരി മുളക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത. എനിക്ക് വന്ന ശരിക്കും നമ്മുടെ ആ ചുമന്ന നിറത്തിലിടുന്ന അച്ചാറിനേക്കാളും കാന്താരി നമ്മളെപ്പോഴും ഞെട്ട് പറിച്ചു വേണം ഇടാൻ. ചിലർ ഞെട്ട് പറിക്കാതെ ഇങ്ങനെ ഇടുന്നുണ്ട്. അതൊരു കോല് പോലെ നിന്നിട്ട് ഒരു അവിഞ്ഞൊരു പരുവാകും. പക്ഷേ ഒരു ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. കുരു കളഞ്ഞത്, ഞെട്ട് കളഞ്ഞത് എല്ലാം എളുപ്പത്തിൽ വേഗം കഴിക്കാം. ഒന്നും മാറ്റി വെക്കാനില്ല. പിന്നെ കറിവേപ്പില വേണേൽ മാറ്റി വെച്ചാൽ മതി. അതും വേണേൽ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞ മറ്റേ ചുമന്ന അച്ചാറിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റിയാണ് അല്ലേ? അതെ, വെളുത്ത നാരങ്ങ അച്ചാർ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വെളുത്ത നാരങ്ങ അച്ചാർ കഴിക്കുന്നത്. അതെയോ? നാരങ്ങ അച്ചാർ കഴിച്ചിട്ടുണ്ട്. അച്ചാർ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് ഇത് നല്ല പോലെ നല്ല മയത്തിലാകും. തണുത്ത് കുപ്പികളിലപ്പം ചില്ലി ഫ്രണിയിൽ വേണം അച്ചാറുകൾ സൂക്ഷിക്കാൻ. ഇതൊരു 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്ത് മൂടി വെച്ചിരുന്നിട്ട് പുറത്തുനിന്ന് ഭരണികളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം ഇപ്പം തന്നെ മൂടി വെച്ചോ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കണം. അതെ അതെ, അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും അമ്മച്ചിയുടെ വെളുത്ത നാരങ്ങ അച്ചാർ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനു മുമ്പിട്ട ചുമന്ന നാരങ്ങ അച്ചാർ ഒത്തിരി പേര് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഇതും കൂടെ കാണുക, കമൻറ്റ് ചെയ്യുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കാന്താരിക്ക് എല്ലായിടത്തും തന്നെ കിട്ടാനുള്ളതാണ്. അതെ, കാന്താരി ഉണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. വാങ്ങിക്കാൻ നല്ല വിലയാകും. അതില്ലേ, കാന്താരി 300, 400, 600 എന്നൊക്കെ കേട്ടിട്ടുണ്ട് വേനലിലൊക്കെ. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കാന്താരി. 100 കാന്താരി മതി. ഒരു 100 വേണ്ട, 100 ഗ്രാമോ അത് പോരാ. 100 ഗ്രാം മതിയായിരിക്കും. 1/2 കിലോ നാരങ്ങയ്ക്ക് അത് മതി. 100 ഗ്രാം വേണമെന്നില്ല. വെളുത്ത നാരങ്ങ അച്ചാർ കേട്ട് അഭിപ്രായങ്ങൾ പറയുക അല്ലേ? അപ്പം സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.